ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നില്ലെങ്കിലും വിനയത്തോടെ ഒരു കാര്യം പറയട്ടെ. 2024 രണ്ടാം ഓണം കണ്ണീരോടുകൂടി ഉച്ചഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ ആയിരക്കണക്കിന് പേർ. നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാവിലെ മാധ്യമങ്ങളിലൂടെ, ഇതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ബ്രേക്ക് ചെയ്തു. എന്താണ് ആ വാർത്ത? പുത്തുമലയിലെ ബറൈൽ ഗ്രൗണ്ടിൽ കുഴിയെടുത്ത് എല്ലാവിധ നർമ്മകളോടുകൂടി നാം അടക്കം ചെയ്ത, ബറയിൽ നടത്തിയ മൃതശരീരങ്ങളിൽ ഓരോ കുഴിക്കും 75,000 രൂപ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തു, കാശ് മേടിച്ചു എന്ന് പ്രചരണം ഈ കേരളത്തിലുണ്ടായില്ലേ? എത്ര വേദനാജനകമാണത്. ആ ബറയിൽ ഗ്രൗണ്ടിൽ പെരുമഴയത്ത് അവരവരുടെ യുവജന സംഘടനാ പ്രവർത്തകരുടെ ടീഷർട്ടിന് പുറത്തിട്ട PP കിറ്റിൽ മനുഷ്യനായി നിന്ന് ഒരു ചായ പോലും മേടിച്ചു കുടിക്കാതെ കൊടുത്ത പൊതിച്ചോറ് പകുതി മാത്രം കഴിച്ച് വയറ് നിറയ്ക്കരുത് ഈ പണിക്ക് നിൽക്കുമ്പോൾ എന്ന് കരുതി അവിടെ പ്രവർത്തിച്ച 10,000 ചെറുപ്പക്കാർ വിചാരിച്ചില്ലേ ഞങ്ങൾ കുഴിച്ച കുഴിയിലും ഞങ്ങൾ നടത്തിയിട്ടുള്ള സംസ്കാര ചടങ്ങിലും ഈ ഗവൺമെന്റ് ഓരോ കുഴിക്കും തലയ്ക്ക് വില പറഞ്ഞ് 75,000 രൂപ മേടിച്ചു എന്ന്? ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് 1,202 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് അഥവാ ഒരു എസ്റ്റിമേറ്റ് മെമ്മോറാണ്ടമായി കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തതാണെന്ന് ഞങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടും 36 മണിക്കൂർ ഈ കേരളത്തിലെ നന്മ നിറഞ്ഞ മനുഷ്യരെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ നമ്മുടെ ശീതീകരിക്കപ്പെട്ട ചർച്ചാ സ്ഥലങ്ങളിൽ? അതിനേക്കാൾ വേദന ഞങ്ങൾക്ക് വേറെ ഉണ്ടാകാനുണ്ടോ? ആ 36 മണിക്കൂറിന് ശേഷം എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊരു ചെറിയ തെറ്റുപറ്റി, ഇത്ര നേരവും ഞങ്ങൾ ചർച്ച ചെയ്തത് കൊടുത്തൊരു അപേക്ഷയെ കുറിച്ചായിരുന്നു, അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ ആ 75,000 രൂപയുടെ പേരിൽ 2 ഓണത്തിനും 3 ഓണത്തിനും ഞങ്ങൾ അനുഭവിച്ച മാനസിക പ്രയാസത്തിന്റെ, ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല, ഇത് ശരിയായ വിധത്തിൽ നടത്താൻ നേതൃത്വം നൽകിയ മനുഷ്യരനുഭവിച്ച പ്രയാസത്തിന് ആർക്ക് സമാധാനം പറയാൻ പറ്റും? ഇങ്ങനെ എത്ര ആക്ഷേപങ്ങൾ, അതിന്റെ കൂട്ടത്തിൽ ഒന്നാണിത് എന്ന് മാത്രമായി കാണാനാകില്ല. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ത് എന്ന് കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുരന്തം നടന്ന 61 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി ഏറ്റെടുത്തില്ലേ? ആ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം എത്ര വേഗത്തിലാണ് വ്യവഹാരങ്ങളിലേക്ക് ബന്ധപ്പെട്ടവർ കടന്നുപോയത്? അന്നൊക്കെ ഞങ്ങൾ കാത്തിരുന്നു. മാർച്ച് 27 തറക്കല്ലിട്ടപ്പോഴും പണി നടത്താൻ കോടതി അനുവാദം തന്നില്ല. പണം നിശ്ചയിക്കണം LARR പ്രകാരം എന്ന് അന്നും കോടതി വാദിച്ചു. അങ്ങനെ ഏപ്രിൽ 12 കോടതി അടയ്ക്കുന്ന ദിവസം തുക കോടതി നിശ്ചയിച്ചത്. അന്ന് രാത്രി 11:45 തുക ഈ ട്രഷറിയിലൂടെ അടച്ച് ഏപ്രിൽ 13 ആരംഭിച്ചില്ലേ നിർമ്മാണം?